സ്നേഹബന്ധങ്ങൾ പോലും പെട്ടെന്ന് മടുപ്പുളവാക്കും നമുക്ക്. എന്നാൽ നമ്മുടെ ചിന്തയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. പാൽ കുടിക്കുന്ന പ്രായമല്ല, കുറച്ച് വളർന്നപ്പോഴുണ്ടായ സംഭവങ്ങൾ നല്ലതായാലും ചീത്തയായാലും കുഞ്ഞിലെ കാര്യം നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും. കുഞ്ഞിലെ മനസ്സിൽ പഴയ കാലത്ത് വരെ ക്ലീൻ ഷീറ്റ് പോലാണ്. നമ്മൾ അടുത്ത് എഴുന്നേറ്റ് മായച്ചിട്ട് എഴുതുന്നത് ക്ലീൻ പേപ്പർ പോലാണ്. ഇത്ര വയസ്സ് വരെയും നമുക്കൊരു 9 വയസ്സ് വരെയും നമ്മൾ ഈ ചെറുപ്പത്തിൽ തന്നെ ഉള്ളിൽ കിടക്കും. അതുകൊണ്ട് ആ പ്രായത്തിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മുടെ തത്വങ്ങളും മൂല്യങ്ങളും പറഞ്ഞു കൊടുത്താൽ ആ കുഞ്ഞിലെ കൊടുത്ത കാര്യങ്ങളാണ് അപ്പം അതിന് ഉള്ളിൽ കിടക്കും. അപ്പം എനിക്കറിയാം, ചെറുപ്പത്തിൽ ഞാനൊക്കെ 6-7 വയസ്സ് വരെയും ചെരുപ്പിട്ടിട്ടില്ല. അപ്പം നമ്മൾ അമേരിക്കയിലൊക്കെ വെസ്റ്റേൺ രാജ്യത്ത് പോകുമ്പോൾ ചെരുപ്പിട്ട് പ്ലെയിനിൽ കയറാവുള്ളൂ, ചെരുപ്പിട്ട് ലോഡ്ജിൽ കയറാവുള്ളൂ. ആ ലോഡ്ജിൻ്റെ വാതിൽ വരുമ്പോൾ കണ്ടീഷൻ ചെയ്ത പോലെ കാലം ചെരുപ്പ് വരും. കാരണം നമ്മൾ വാതിൽ ചെരുപ്പ് ഊരിയിട്ട് കയറി അകത്തോട്ട് കയറുന്ന അങ്ങനെ ശീലമായതുകൊണ്ട് മനസ്സങ്ങനെ കണ്ടീഷൻ ചെയ്തിരിക്കുക. എളുപ്പം കമ്പ്യൂട്ടർ പോലെ വാണിംഗ് കൊടുക്കും ഊരേ. പിന്നെ നമ്മൾ ചെരുപ്പിലെ കയറ്റത്തില്ലെന്ന് വെച്ച് കയറും. അതുപോലെ നമ്മൾ ശ്രമിക്കണം. അമ്മയൊക്കെ അങ്ങനെ ആണ് മാറി. ചെരുപ്പിട്ട് നടന്നപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുതരം വരയുണ്ടാവും. മണ്ണിന്ന് വരുന്നതാണല്ലോ, വലിയ വരും. ഇപ്പം കഴിക്കുന്നതൊക്കെ ആ വര തന്നെ തീർക്കുക. കുട്ടിക്കൊന്നും രക്തം കാണത്തില്ല. ചുണ്ടൊക്കെ ഇങ്ങനെ പല കുട്ടികൾക്കും പായ്ക്കേട് വന്നോലിരിക്കും, ഒരു വിറ്റാമിൻ ഇല്ല ഈ വര. എന്നിട്ട് ആൻറ്റിപ്പാർ കൊടുത്തിട്ട് വര ഇളക്കും ആ കാലത്ത്. കാരണം ചെരുപ്പില്ലാതെ നടക്കുന്നതുകൊണ്ടാണ്. മൂത്തവർക്കൊക്കെ ചെരുപ്പുണ്ട്. മൂത്തവർ കോളേജിൽ പോകുന്നവരൊക്കെ ചെരുപ്പിട്ട് പോകും, അച്ഛൻ ചെരുപ്പിട്ട് പോകും. ഞങ്ങൾ ആ ചെരുപ്പിടില്ല, ഇവിടെ ചെളിയിലൊക്കെ നടക്കും. അപ്പം അങ്ങനെ ചെരുപ്പില്ലാതെ നടന്നുകൊണ്ട് പിന്നെ ചെരുപ്പിടുന്നവർ അതിടാനൊരു അസ്വസ്ഥത തോന്നും. ചെരുപ്പിടാൻ ഓരോ മക്കൾ കൊണ്ടുവന്ന് വാതിക്ക് വയ്ക്കും. എനിക്ക് ചെരുപ്പിടാൻ നടന്നു പോകുന്ന ഇഷ്ടം, ഇറങ്ങി ഇങ്ങനെ നടന്നു പോകുന്ന ഇഷ്ടം. അതുപോലെ ചെരുപ്പ് വാതിക്ക് ഊരിയിട്ടിട്ട് ആണ് കയറേണ്ടത്. അപ്പം അത് ചില വീടുകളിൽ ചെരുപ്പിട്ടേ കയറാവുള്ളൂ. അപ്പം ഊരിയിട്ട് കയറി ശീലിച്ചുകൊണ്ടുള്ളവർ കിട്ടുകൊണ്ട് കയറേണ്ടതെന്നെല്ലാം വരുമ്പം അത് ഒരു അസ്വസ്ഥമായിട്ട് തോന്നും. പിന്നെ പ്രായോഗികം ചിന്തിച്ചാണ് ചെരുപ്പിടുന്നത്. അങ്ങനെ ചിന്തിച്ച് ശ്രമിച്ചാണ് ചെരുപ്പിടുന്നത്. അതുപോലെ നമ്മൾ ചിന്തിക്കണം. ഇപ്പം നമ്മൾ പ്രവർത്തിക്കാൻ ചിന്തിക്കുന്നു. അപ്പം ചില കാര്യങ്ങൾ പ്രയത്നം കൊണ്ട് മാറണമുണ്ട്. അപ്പോൾ നമ്മളുടെ ഭാഗത്ത് നിന്നും വിവേകം തന്നിരിക്കുന്നതിന് വേണ്ടിയാണല്ലോ പ്രയത്നിക്കണം എന്നുള്ളതാണ്. അപ്പം വെള്ളത്തിൽ വള്ളം കിടക്കാം, വള്ളത്തിൽ വെള്ളം കയറിയാലാണ് മുങ്ങുന്നത്. നമുക്ക് ലോകത്ത് ജീവിക്കാം. ലോകത്ത് നമ്മൾ ജീവിക്കുമ്പം മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത ചിന്തകളെ നമ്മൾ കൂടുതൽ സ്ഥാനം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ചിന്തകൾ വരും, അതിനെ വേരുറയ്ക്കാൻ അനുവദിക്കരുത്. വേരുറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വലിച്ചെടുക്കാൻ വിഷമാണ്. ഇപ്പോൾ കുറച്ച് കളിച്ചൊരു വൃക്ഷമാണ് ഊരിയെടുക്കാൻ. കുറച്ചുകൂടി വേരോടിയാൽ ഒന്ന് കുലുക്കി വലിച്ചെടുക്കാം. കാരണം അപ്പുറത്ത് വേരോടി കഴിഞ്ഞാൽ പിന്നെ വെട്ടിയെടുക്കാൻ വിഷമാണ്. എപ്പോഴും നമ്മൾ ഉപയോഗിച്ച് പോകണം, വേണ്ടതും വേണ്ടാത്തതും. നമ്മളിപ്പോൾ ഒരു കടയിൽ സാധനം വാങ്ങിക്കാൻ പോയാൽ ഇത് നല്ലതാണോ ചീത്തയാണോ ചിന്തിച്ച് നോക്കിയിട്ടൊക്കെ എടുക്കുന്നത്. ഈ കള്ളം തന്നെ മേടിക്കാൻ അല്ലെങ്കിൽ കൊട്ടി നോക്കും. നല്ല സൗണ്ട് കേൾക്കുമ്പോൾ അറിയാൻ പൊട്ടലുള്ള സ്ഥലമാണ്, ഒട്ടേണ്ട സ്ഥലമാണ്. പക്ഷേ ഈ ചിന്തയുടെ കാര്യം നമ്മൾ നോക്കാറില്ല. മറ്റുള്ളതൊക്കെ നോക്കും, ഉള്ളിക്ക് നോക്കുക. പിന്നെ ശാസ്ത്രം പഠിച്ചവർക്കാണെങ്കിൽ അത് ധ്യാനം കൊണ്ട് ചെയ്താൽ കൈ കിട്ടും. ശാസ്ത്രം പഠിക്കാത്തവരാണ് സത്സംഗം കൊണ്ട് മനസ്സിനെ കുറച്ചു നേരം നിശ്ചലത കൊടുക്കണം. മനസ്സിന് ഏകാന്തമായാലേ ശൂന്യതയെ നോക്കിയിരിക്കുക, ജ്ഞാനാർത്ഥത്തിൽ ഏകത്വം കാണുക. ഒരേ കല്ലുകൊണ്ട് തന്നെ ആറ്റുകാൽ ദേവി, കുരുങ്ങല്ലൂർ ദേവി, ചോറ്റാനിക്കർ ദേവി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പം എല്ലാത്തിലും അടങ്ങിയ ശക്തി ഒന്നാണ്. നമ്മൾ പറയുമല്ലോ, സിട്ടാവും രണ്ടല്ല. സ്വർണം കൊണ്ട് തന്നെ കമ്മലുണ്ടാക്കിയോ, മാല ഉണ്ടാക്കിയോ, വള ഉണ്ടാക്കിയോ, മോതിരമുണ്ടാക്കി. മോതിരത്തിലും സ്വർണ്ണമുണ്ട്, വളയിലും സ്വർണ്ണമുണ്ട്, മാലിലും സ്വർണ്ണമുണ്ട്. അപ്പം ഈ നാനാത്വത്തിൽ എല്ലാം ആ ഏകത്വം കാണാം. എല്ലാം ഒന്നെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഭജിക്കും. ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ നീങ്ങണം. ക്ഷേത്രങ്ങളിലെ ഓരോ ചിരിക്കുന്ന ദേവിക്ക് അതിന് പ്രത്യേക മന്ത്രം, അതുപോലെ ചരി നോക്കിയിരിക്കുന്ന ഒരു രൂപത്തിന് വേറൊരു മന്ത്രം, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വളരെ സൂക്ഷ്മതത്വമാണ്. അത് ആന്തരികമായിട്ട് മനസ്സിലാക്കിയാലേ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അറിഞ്ഞ ഋഷികൾ ഒരിക്കലും ഒരു വിഡ്ഢിയാക്കത്തില്ല മനുഷ്യൻ. പക്ഷെ നമ്മൾ ആ തത്വം അറിഞ്ഞ് പോകാതിരുന്നുകൊണ്ടാണ് നമ്മൾ വിഡ്ഢിയാകുന്നത്. ആരും ചോദിച്ചാൽ ഉത്തരം പറയാനില്ല. നിങ്ങളുടെ ദൈവം കുരങ്ങല്ലെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പലർക്കും ഇല്ല. ആ പറഞ്ഞ സനാതനധർമ്മം തന്നെ തത്വമസി എന്ന് പറഞ്ഞ് അതാണ്, നീ ബ്രഹ്മം തന്നെയാണ്.
പക്ഷേ ഈ കുരങ്ങ് മനസ്സാണ്. സാധാരണ കുരങ്ങ് ഒരു വൃക്ഷത്തിന് ഒരു വൃക്ഷത്തിന് ചാടും. മനസ്സാകുന്ന കുരങ്ങ് ഇവിടുന്ന് റഷ്യയിൽ പോകും, അമേരിക്കയിൽ പോകും, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ലൈറ്റിനേക്കാളും വേഗമാണ് മനസ്സിൻ്റെ ഓട്ടം. അങ്ങനെയുള്ള മനസ്സിനെ ഏത് ഭാവത്തിൽ നിർത്താം? എങ്ങനെ മനസ്സിനെ, കുരങ്ങ് മനസ്സിനെ ഏത് ഭാവത്തിൽ കൂടിയാണ് അതിനൊത്തിരിക്കേണ്ടത്? അപ്പോൾ ഹനുമാൻ തന്നെ പറയുന്നത്, ഞാൻ ശരീരമാണ് ചിന്തിക്കുമ്പോൾ ഞാൻ അങ്ങയുടെ ദാസനാണ്. ജീവനാകുമ്പോൾ നിന്നിൽ അംശമാണ്. ആത്മാവാകുമ്പോൾ നമ്മൾ ആത്മഭാവത്തിൽ ഒന്നാണ്. പക്ഷെ ഇപ്പോൾ ജീവഭാവത്തിലാണ്, ശരീരമനോബോധത്തിലേക്കാണ്. ഇപ്പോൾ 5 ഡിഗ്രി ചൂടുള്ള, അതുകൊണ്ട് എങ്ങനെയാണ് അണുക്കൾ പൂർണ്ണമായി നശിക്കുന്നത്? 100 ഡിഗ്രി വരുമ്പോഴല്ലേ അതിനകത്ത് അണുക്കൾ നശിക്കുന്നത്. അപ്പം ആ 100 ഡിഗ്രി ചൂടിലേക്ക് നമ്മൾ പോയില്ല. ഇപ്പോൾ ഓട്ട വെള്ളമാണ്, ഫിൽറ്റർ ചെയ്താൽ കുടിക്കുന്ന വെള്ളമാക്കാം. അപ്പം അതുകൊണ്ടാണ് ഹനുമാൻ ആ ഒരു ഭാവത്തിൽ പറഞ്ഞത്. ഇപ്പം ജീവഭാവത്തിലാണ്, ശരീരമനോബോധത്തിലേക്കാണ്. അപ്പോൾ യമനിയമങ്ങളൊക്കെ ആവശ്യമാണ്. ഈ ശരീരം കൊണ്ട് 2 ആത്മാവിനെയാണ്.